ഇപ്പൊ സുനിച്ചേട്ടനാണെങ്കിലും ഇപ്പൊ ഇവര് രണ്ടുപേരും പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ ആ വിഷ്വൽ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടണല്ലോ. അപ്പൊ നിങ്ങളുടെ മൂന്നുപേരും ആ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയുണ്ടായിരുന്നു? ഇത് ജിജോ ഇതൊരു 2-3 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ബേസിക് സ്ട്രക്ചർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പിന്നെ ജിജോ പിന്നെ പറ്റി ഒരു വിവരമില്ല, അപ്രത്യക്ഷമായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വേറെ പടങ്ങൾ ഇതുവരെ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ദിവസം എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ജിജോ ഒരു ഇന്റർനാഷണൽ കോൾ വരുന്നു. ചേട്ടാ, ഞാൻ ജിജോയാണ്, ഞാനിപ്പോൾ ഖത്തറിലാണുള്ളത്, ഞാൻ അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ പ്രോജക്റ്റ് റണ്ണാകുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറേ സമയം മെനക്കെടുത്തി, ഇനിയും മെനക്കെടുത്താണോ എന്നൊരു മനസ്സിൽ ചോദിച്ചു. ഞാൻ ജിജോട് പറഞ്ഞു, ജിജോ സീരിയസ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി, നമുക്ക് വന്ന് നല്ല വെറുതെ നമ്മുടെ ആഗ്രഹം കൊണ്ട് പലരും ഇങ്ങനെ സിനിമ എടുക്കാൻ വേണ്ടി എൻ്റെ സമയം നിങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തില്ല. അപ്പം ഞാനൊരു വേറൊരു തമിഴ് പടത്തിന്റെ ഡിസ്കഷനിൽ ചെന്നൈയിലായിരുന്നു. അപ്പം ജിജോ ഇല്ല കേട്ടോ, ഇത് സീരിയസ് ആയിട്ട് എല്ലാം പ്രൊഡ്യൂസറൊക്കെ ഓക്കെ, എവറിത്തിങ് ഓക്കെയാണ്, സെറ്റിൽഡാണ്, വെൽ സെറ്റിൽഡാണ്, അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ബേസിക്കലി ഞാൻ ട്രിവാൻഡ്രത്ത് ആയിരുന്നു. അപ്പോൾ അത് എറണാകുളത്ത് എത്തിയപ്പം എറണാകുളത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ ഒബ്രോൺ മാളിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ഇപ്രാവശ്യം ഫുൾ സെറ്റാണ്, എവരിത്തിങ് ഓക്കെ. അങ്ങനെ 2ാം ദിവസം ക്യാമറ, അതെ, സ്ക്രിപ്റ്റിലേക്ക് ഇരിക്കുന്നു. സംസാരിച്ച് കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞ് 3ാം ദിവസം ക്യാമറ വെച്ചു, പൂജ കഴിഞ്ഞ് സിനിമ തുടങ്ങി. അതെ. അപ്പം ഈ ജിജോന്റെ അടുത്ത് ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളത് ജിജോയുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം ഞാൻ കുറെ ഫസ്റ്റ് ഫിലിം ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. പക്ഷെ ജിജോ വന്നിട്ട് അവരിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയാൻ ശ്രമിക്കുന്നു. അപ്പം ജിജോയുടെ ഈ സബ്ജക്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്കൊന്ന് അത് ചിലപ്പം വളരെയധികം നന്നായിട്ട് വരും. അപ്പം അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ജിജോ ക്രിയേറ്റിവിറ്റിയിൽ ജിജോ അഗ്രഗണ്യനാണ്. കാരണം ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിമിൽ ചിലപ്പോൾ ടെക്നിക്കൽ നോഹ് ഉണ്ടാകണമെന്നും ഇല്ല, അത് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ തന്നെയും ഫസ്റ്റ് ഫിലിം ആകുമ്പോൾ ഒരുപാട് പതറിച്ചുണ്ടാകും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ജിജോ കൃത്യമായിട്ട് എല്ലാം കൃത്യമായിട്ട് എന്താണോ ഇപ്പം ഒരു ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലും വളരെ ഇപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളിൽ നിന്നും ഒരു എക്സ്പ്രഷനോ ഇമോഷൻസോ വരത്തില്ല. അപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ക്രൂവിനെ ഹാൻഡിൽ ചെയ്താൽ തന്നെയും അവരും ഉഴപ്പും. പക്ഷെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യും. ഈവൻ അവരെ സുരേഷ് ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. പിന്നെ അത് നന്നായിട്ട് നല്ലൊരു ഫിലിമാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ടോട്ടാലിറ്റി നമ്മളൊരു ഫാമിലി ഓറിയന്റഡ് കഥയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വളരെ ഇന്ന് സമൂഹത്തിൽ ഇത് വളരെയധികം പല വെർഷനിൽ പല ഫാമിലിയിലും നടക്കുന്നതാണ്. കാരണം വീട്ടിലൊരു അച്ഛൻ എന്ന് പറയുന്ന ഒരാള് വളരെ അന്യനായി പോകുന്നൊരവസ്ഥയുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു എബ്രോഡ് ഇരിക്കുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ മക്കളും അമ്മയും അയാൾക്ക് ഒരു അന്യമാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 30 ദിവസമേ ഉള്ളൂ അവധി. അപ്പൊ ഈ 30 ദിവസത്തെ അവധിയിൽ അയാൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പം പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന ബിഹേവിയൻസും രീതികളും വ്യത്യസ്തമാകുമ്പോൾ അയാളാകെ തകർന്നു പോവുക. അപ്പം ഈ സിനിമയ്ക്ക് ഒരു മൂടുണ്ട്. പിന്നെ ഈ സിനിമ കുറച്ച് ഭാഗം ഖത്തറിൽ നടക്കുന്നുണ്ട്, കുറച്ച് ഭാഗം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഒരു ജയിൽ സീക്വൻസ് ഖത്തറിലൊക്കെ ഉണ്ട്. പക്ഷെ ആ ഖത്തർ മൂടെന്ന് പറയുന്നത് വേറൊരു മൂടാണ്. അപ്പം പിന്നെ ഇന്ത്യയിൽ വരുന്ന വേറൊരു മൂടാണ്, പിന്നെ ഈ ഫാമിലിയിലെ മൂടും വേറെയാണ്. അപ്പം ഇതൊക്കെ വളരെയധികം കൃത്യമായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഒരു സിനിമയ്ക്ക്. നമ്മളിപ്പോൾ ഒരു ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ എങ്ങനെ വെച്ചാലും പതി, പക്ഷെ അതല്ല, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയും അതിനൊരു താളം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. അതും നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജായിട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മളെല്ലാം കൂടെ ലിമിറ്റഡാണ്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയല്ലോ മലയാളം സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസിന് ഇപ്പൊ വിഷ്വൽ ബ്യൂട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് എന്തൊക്കെ നമ്മുടെ സിനിമ എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്? വിഷ്വൽ ബ്യൂട്ടി പ്രധാന ഘടകമാണ്. പക്ഷെ അതിന് ഉപരിയായിട്ട് സബ്ജക്ട് നീഡ്സ്
റിതം, സബ്ജക്ട് നീഡ് എ മൂഡ്. അപ്പൊ നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള വിഷയം. അപ്പം ഞാൻ മിന്നാമിനിങ് ചെയ്ത രീതിയിലായിരിക്കത്തില്ല, മിന്നാമിനിങ് ഞാനല്ല സുരഭി നാഷണൽ അവാർഡ് കിട്ടി, അത് ആയിരിക്കത്തില്ല ഇത് ഷാജോൺ ചേട്ടൻ ചെയ്ത ഇതുവരെ ചെയ്ത, അതായിരിക്കത്തില്ല ഞാൻ ചെയ്ത ദം ചെയ്തത്, അതായിരിക്കത്തില്ല ശുഭദിനം ചെയ്തത്, അതായിരിക്കത്തില്ല അതിന്റെ ഒരു രീതികളും ആയിരിക്കത്തില്ല നമ്മുടെ ചെയ്തത്. 22ാമത്തെ സിനിമ. അപ്പം ഓരോ സിനിമകളും ഓരോ രീതികളാണ്. ഈ സിനിമകൾ ഓരോ രീതികളാകുന്നതിനൊപ്പം തന്നെ അതിന്റെ കഥ പറച്ചിൽ നിന്നും അനുയോജ്യമായിരിക്കും, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി മാത്രമായിട്ട് വേറിട്ട് നിൽക്കും.